നമസ്കാരം. HST സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ സെക്കൻഡിൽ 8ാമതായിട്ട് ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ദ റൈസ് ഓഫ് ട്രാവൻകൂർ ഹിസ്റ്ററി. നമ്മളുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂർ ചരിത്രം. നമ്മൾ ഏത് പരീക്ഷയായാലും നമ്മളതിൻ്റെ അടിസ്ഥാനം മുതൽ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സിലബസ് ഭാഗമായാലും അതിൻ്റെ അടിസ്ഥാന വസ്തുതകൾ തൊട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നേരെ ക്ലാസ് ആരംഭിക്കാം. ഞാൻ ശ്യാം. ഏവർക്കും പ്രിപ്സ്കൈലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ആധുനിക തിരുവിതാംകൂർ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഭരണാധികാരി ആരാണ്? ആ രാജാവിൻ്റെ പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. രാജാവിൻ്റെ പേരെന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അത് വേണാടിൻ്റെ പുതിയ ഭാവമാണ്. ഇപ്പോഴത്തെ കൊല്ലം ജില്ലയും അല്ലെങ്കിൽ ആ കൊല്ലം ജില്ലയുടെ ചില പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെട്ടിരുന്ന ഒരു ഭാഗം അറിയപ്പെട്ട പേര് വേണാട് എന്നാണ്. പറഞ്ഞു മനസ്സിലായോ? കൊല്ലം ടൗണിൻ്റെ ചില ഭാഗങ്ങളും ചില പ്രത്യേകമായ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രദേശം, ഒരു ചെറിയ രാജവംശമായിരുന്നു ഏത്? വേണാട്. ആ വേണാട്ടിലെ അവസാനത്തെ ഭരണാധികാരിയാണ് രാമവർമ്മ. പറഞ്ഞ കാര്യം എന്താണ്? വേണാട്ടിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര്? രാമവർമ്മ. ആ രാമവർമ്മ നാട് നീങ്ങിയപ്പോൾ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം ആ പ്രദേശം, ആ ചെറിയ രാജവംശം രാമവർമ്മയുടെ അനന്തിരവനായ മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. മാർത്താണ്ഡവർമ്മ പതിയെ പതിയെ വേണാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ആ ചെറിയ വേണാട് ഒരു വലിയ രാജ്യമാക്കി മാറ്റി, ഒരു വലിയ നാട്ടുരാജ്യമാക്കി മാറ്റി. പിന്നീട് ആ നാട്ടുരാജ്യം അറിയപ്പെട്ട പേര് തിരുവിതാംകൂർ എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വേണാടിൻ്റെ ഒരു പുതിയ ഭാവമാണ് തിരുവിതാംകൂറായിട്ട് മാറിയത്. ഒന്നുകൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ വേണാടിൻ്റെ ചരിത്രം അവസാനിച്ചു എങ്കിൽ ഇവിടെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആരംഭിച്ചു എന്നാണ് അർത്ഥം. ശരിയല്ലേ? വേണാടിൻ്റെ ചരിത്രം അവസാനിക്കുമ്പോൾ ഇവിടെ ആധുനിക തിരുവിതാംകൂർ ചരിത്രം ആരംഭിക്കുന്നു. ആ രാമവർമ്മയുടെ മരുമകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം 1729 ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെട്ട ഭരണാധികാരി ആരായത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായത്. കൂടെ ഓർത്തു വെക്കണം, ഈ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ്. ശ്രദ്ധിക്കണേ, മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ അതിനോട് വീണ്ടും 29 കൂട്ടുക, അപ്പോൾ എത്ര വരും? 1758. എളുപ്പമല്ലേ ഓർത്തു വെക്കാൻ തന്നെ. അപ്പോൾ നോക്കിയേ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെ. അപ്പോൾ തിരുവിതാംകൂർ നാട്ടുരാജ്യം 1729 മുതൽ 1758 വരെ ഭരിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ പേരായിരുന്നു രാമവർമ്മ. അതുമല്ലെങ്കിൽ വേണാട്ടിലെ അവസാനത്തെ ഭരണാധികാരിയാണ് രാമവർമ്മ. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ അടിസ്ഥാനം തുടങ്ങി വെച്ചു. ബാക്കി നോക്കാം, ശ്രദ്ധിക്കുക. വേണാട്ടിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന രാമവർമ്മയിൽ നിന്ന് ഭരണം സ്വീകരിക്കുകയും വേണാടിനോട് അതിർത്തി പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുകയും ചെയ്തു. ആര്?
അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിയല്ലേ? വേണാട്ടിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായ രാമവർമ്മ നാട് നീങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ ആ പ്രദേശം മരുമകനായ അനന്തിരവനായ മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുകയും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വേണാടിനെ തിരുവിതാംകൂറാക്കി മാറ്റുകയും ചെയ്തു, അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറാക്കി മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരായത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിയല്ലേ? ശ്രദ്ധിക്കണേ. അപ്പൊ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ കൂടെ പഠിക്കുമല്ലോ, ആധുനിക അശോകൻ. ഒന്നുകൂടെ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആധുനിക അശോകൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മാർത്താണ്ഡവർമ്മയുടെ ഓരോ വിശേഷണങ്ങളും വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. നമ്മൾ രണ്ടു പേര് പഠിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ക്ലാസ് മനസ്സിലാക്കുക, കൂടെ ആൻസർ പറയാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവൂ. ശ്രദ്ധിക്കണേ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ഒരു വിശേഷണം. രണ്ടാമത്തെ ആധുനിക അശോകൻ. കൂടാതെ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക്. വാക്കെന്തുവാണ്? തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്ന് പറഞ്ഞാൽ മറ്റു ചില രാജ്യങ്ങളുമായിട്ട് ലയിച്ചു കിടക്കുകയായിരുന്നു ജർമ്മനി. ശ്രദ്ധിക്കണം, മറ്റു പല രാജ്യങ്ങളുമായിട്ട്, നേഷൻസുമായിട്ട് ചേർന്ന് കിടക്കുമായിരുന്നു ജർമ്മനി. ആ ജർമ്മനിയെ അവിടെ നിന്ന് വേർതിരിച്ചിട്ട് ജർമ്മനിയെ ഒറ്റ രാജ്യമാക്കി മാറ്റി, ഒറ്റ നേഷനാക്കി മാറ്റി. എന്തിനെ? ജർമ്മനിയെ. നമുക്ക് ആ വാക്ക് പറയാം, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, അല്ലെ? ആ ജർമ്മനിയെ ഒറ്റ നേഷനാക്കി മാറ്റിയ ആ വ്യക്തിയുടെ പേര് ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്നാണ്. പേരെന്തുവാണ്? ഓട്ടോ വാൻ ബിസ്മാർക്ക്. അങ്ങനെ ഇവിടെ വേണാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് തിരുവിതാംകൂർ രാജ്യം ആര് നിർമ്മിച്ചു? മാർത്താണ്ഡവർമ്മ. ശരിയല്ലേ? അവിടെ ജർമ്മനിയിൽ ബിസ്മാർക്ക് ജർമ്മനിയെ ഒന്നിപ്പിച്ചുവെങ്കിൽ ഇവിടെ തിരുവിതാംകൂറിനെ ആരൊന്നിപ്പിച്ചു? മാർത്താണ്ഡവർമ്മ. അപ്പൊ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലെ പ്രവിശ്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയെ ഒറ്റ രാജ്യമാക്കി മാറ്റിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് ആരായത്? സർദാർ വല്ലഭായ് പട്ടേൽ. ട്രാവൻകൂർ ബിസ്മാർക്ക് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിക്കുള്ള ഓട്ടോ വാൻ ബിസ്മാർക്ക് ആരാണ്? ജർമ്മനിയുടെ സ്ഥാപകനാണ്. പഠിച്ചില്ലേ? തിരികെ വരാം. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ആധുനിക അശോകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ. അടുത്ത പേരെന്താണ്? ട്രാവൻകൂറിന്റെ ഉരുക്കുമനുഷ്യൻ. കൂടാതെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. ഓർത്തോണേ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന വിശേഷണം എന്ന പേര് സ്വയം സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മറക്കുവോ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന വിശേഷണം സ്വയം സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ നിങ്ങൾ കൂടങ്ങ് പഠിച്ചു പോകണം. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ട മലയാളം പത്രാധിപരാരാണ്? ക്വസ്റ്റ്യൻ മറന്നു കണ്ടോ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ട മലയാളി പത്രാധിപരാരാണ്? ആ വ്യക്തിയുടെ പേര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. ഓർക്കൂ. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ട പത്രാധിപര് എന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരം കെ രാമകൃഷ്ണ പിള്ളയും. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ട ഭരണാധികാരി എന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമാണ്. പഠിച്ചില്ലേ? തിരികെ വരാമേ. ഇനി രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിയായൊരു പ്രസ്താവനയാണ്. രാജ്യവിസ്തൃതി ഇദ്ദേഹത്തിന്റെ അത്രത്തോളം വർദ്ധിപ്പിച്ച മറ്റൊരു തിരുവിതാംകൂർ ഭരണാധികാരി ഇല്ല. പറഞ്ഞു മനസ്സിലായോ? ഈ മാർത്താണ്ഡവർമ്മയെ പോലെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച മറ്റൊരു ഭരണാധികാരി എവിടെയില്ല? ട്രാവൻകൂറിൽ ഇല്ല. അപ്പോൾ ഓർത്തു വെച്ചേക്കണം, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് ശക്തമായ ഒരു രാജാധിപത്യം കൊണ്ടുവന്ന ഭരണാധികാരിയും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിച്ചില്ലേ? തിരികെ വരാമല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു വരട്ടെ. മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങൾ: ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ആധുനിക അശോകൻ, ട്രാവൻകൂറിന്റെ ബിസ്മാർക്ക്, ട്രാവൻകൂറിന്റെ ഉരുക്കുമനുഷ്യൻ,
നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. അവസാനിച്ചിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ശക്തമായ രാജാധിപത്യം കൊണ്ടുവന്ന ഭരണാധികാരി കൂടിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രദ്ധിക്കണേ, മാർത്താണ്ഡവർമ്മ ഭരണാധികാരിയായിട്ട് ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് വെല്ലുവിളിയായിരുന്നത് ആ പ്രദേശം ഭരിച്ചിരുന്ന ഒരു ചെറിയ നാടുവാഴി, മീനിങ് ഒരു ജന്മിത്ത മനോഭാവമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് അറിയപ്പെട്ട പേര് എട്ടുവീട്ടിൽ പിള്ളമാർ എന്നാണ്. അറിയപ്പെട്ട പേരെന്തുവാണ്? എട്ടുവീട്ടിൽ പിള്ളമാർ. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, രാജ്യം ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പണ്ട് ട്രാവൻകൂറിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെ 8ആയിട്ട് മുറിച്ചു മാറ്റി ഓരോ സ്ഥലത്തും ഓരോ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു. ഇനി ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ 8 സ്ഥലങ്ങൾ ഭരിക്കുവാൻ വേണ്ടി ഓരോ നായർ വിഭാഗത്തെയും ഏൽപ്പിച്ചു. ഒടുവിൽ ആ 8 നായർ വിഭാഗം ഒരു ഗ്രൂപ്പായിട്ട് മാറുകയും ആ ഗ്രൂപ്പ് പിന്നെ അറിയപ്പെട്ട പേരെന്തുവാണ്? എട്ടുവീട്ടിൽ പിള്ളമാർ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാരാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറ്റ ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. കിട്ടിയോ? അപ്പം ആ എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയാൽ മാത്രമേ തൻ്റെ ഭരണം കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ അദ്ദേഹം ഒരു സ്ഥിരം സൈന്യത്തെ തിരുവിതാംകൂറിൽ ആദ്യം സ്ഥാപിച്ചു. പറഞ്ഞ വാക്കെന്തുവാണ്? ട്രാവൻകൂറിൽ ഒരു സ്ഥിരമായ ഒരു സൈന്യത്തെ സ്ഥാപിക്കുകയുണ്ടായി. ആ സൈന്യം അറിയപ്പെട്ട പേരാണ് മറവപ്പട. പേരെന്തുവാണ്? മറവപ്പട. അപ്പൊ ഈ മറവപ്പട എന്ന് പറയുന്ന ഒരു സ്ഥിരം സൈന്യത്തെ തിരുവിതാംകൂറിൽ സ്ഥാപിച്ചുകൊണ്ട് ആ സൈന്യത്തെ കൊണ്ട് മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന വീട് പൂർണ്ണമായിട്ടും തകർത്തിട്ട് അവിടെ കുളം കുഴിക്കുക വരെ ഉണ്ടായി. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ഓർത്തു വച്ചേക്കണം, എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയ ട്രാവൻകൂർ ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരെ കൊണ്ട് അടിച്ചമർത്തിച്ചു? മറവപ്പട എന്ന സൈന്യത്തെ കൊണ്ട്. അപ്പൊ തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരമായ സൈന്യം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമുക്കിനി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തു വെക്കത്തില്ലേ, എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയെങ്കിൽ അവിടെ എന്ത് അവസാനിക്കാൻ പോകുകയാണ്? ജന്മിത്തം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുമല്ലേ? അപ്പോൾ ഓർക്കത്തില്ലേ, തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. നമുക്കിത് നേരെ ഈ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ. തമിഴ്നാട്ടിൽ നിന്നും, എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നും മറവപ്പട എന്ന സൈന്യത്തെ തിരുവിതാംകൂറിൽ എത്തിക്കുകയും ആ സൈന്യത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തുകയും ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി ആ തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എളുപ്പമല്ലേ ഓർക്കാൻ തന്നെ? അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ആ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ നേരെ പറഞ്ഞ കാര്യം, വേണാടിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായ രാമവർമ്മയുടെ മരണശേഷം രാജ്യം മരുമകന് ലഭിക്കുന്നു. ആ മരുമകൻ്റെ പേര് മാർത്താണ്ഡവർമ്മ എന്നാണ്. അദ്ദേഹം രാജ്യം വലുതാക്കി മാറ്റുന്നു. പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷണം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരെ പിന്നെ പറഞ്ഞ കാര്യം, മറവപ്പട എന്ന സൈന്യത്തെ കൊണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തുകയും ട്രാവൻകൂറിൽ ജന്മിത്തം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത്രയും വ്യക്തമായില്ലേ? നമുക്കിനി മറ്റൊരു ഭാഗത്തോട്ട് വരാം. ശ്രദ്ധിക്കണം. ഒന്നേ, മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. ഞാൻ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാലും ഈ പേര് വ്യക്തമാക്കണം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ജനിച്ച വർഷം 1706. 1706 അദ്ദേഹം ജനിക്കുകയുണ്ടായി. അദ്ദേഹമാണ് 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ടത്. എവിടെയാണ്? 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ട വ്യക്തിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവണ്ടേ? അടിസ്ഥാനം മനസ്സിലാവണ്ടേ? അപ്പൊ എന്താണ് വേണാട് ഉടമ്പടി എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ കലാപത്തിൻ്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ കലാപത്തിൻ്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം. ഏകദേശം 1721 എന്നാണ് പഠിച്ചു പോയെ. 1721 ഉണ്ടായ
ഒരു കലാപത്തിൻ്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം. പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ കേരളത്തിലെ ആദ്യത്തെ വാക്കെന്തുവാ? സംഘടിതമായ കലാപത്തിൻ്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം 1721. ഈ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അനന്തരഫലമായിട്ട് വാക്കെന്തുവാണ്? ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അനന്തരഫലമായിട്ട് വേണാട് എന്ന് പറയുന്ന നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടു. കിട്ടിയോ? ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അനന്തരഫലമായിട്ട് വേണാടുമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓർ ബ്രിട്ടൻ ഓർ ഇംഗ്ലണ്ട് ഓർ ബ്രിട്ടീഷുകാർ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടു. ആ സമാധാന ഉടമ്പടി ഒപ്പിട്ട സ്ഥലം വേണാടായതുകൊണ്ട് ആ ഉടമ്പടി അറിയപ്പെടുന്ന പേര് വേണാട് ഉടമ്പടി എന്നാണ്. നടന്ന വർഷം 1723. അപ്പോൾ അടിസ്ഥാനമായിട്ട് ആദ്യം ഇത്രയും മനസ്സിലാക്കുക. 1721 ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടായ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഇനി ഈ 1723 വേണാട് ഉടമ്പടി നടക്കുമ്പോൾ ഇവിടെ തിരുവിതാംകൂർ ഉണ്ടോ? ഇല്ല. ഇവിടെ എന്തേ ഉള്ളൂ? വേണാടല്ലേ ഉള്ളൂ. ശരിയാണോ? അപ്പൊ 1723 വേണാട് ഉടമ്പടി സമയത്തെ വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? രാമവർമ്മയും. ആ വേണാട്ടിൻ്റെ രാജകുമാരനാണ് രാമവർമ്മയുടെ അനന്തിരവനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും. കിട്ടിയോ? ഒന്നൂടെ. അപ്പൊ 1723 വേണാട് ഉടമ്പടി സമയത്തെ രാജാവിൻ്റെ പേര്, എവിടത്തെയാ? വേണാട്ടിലെ രാജാവിൻ്റെ പേര് രാമവർമ്മയും. ആ സമയത്തെ അവിടുത്തെ രാജകുമാരൻ്റെ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമാണ്. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ നിർബന്ധ പ്രകാരം 1723 വേണാട് ഉടമ്പടിയിൽ ആ സമയത്തെ വേണാട്ടിലെ ഇളമുറ തമ്പുരാനായ രാജകുമാരനായ വരാൻ പോകുന്ന രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒപ്പിട്ടു. അപ്പൊ 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് അലക്സാണ്ടർ ഓം. ആരാണ്? അലക്സാണ്ടർ ഓം. ഈ സമയം വേണാടിന്റെ ഭരണാധികാരി ആരാണ്? രാമവർമ്മയാണ്. ആരാണ്? രാമവർമ്മയാണ്. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. നല്ല ചോദ്യമാണ്, വിട്ടുകളയിൽ. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയുടെ പേരാണ് 1723 വേണാട് ഉടമ്പടി. ഈ സമയം രാജാവാര വേണാട്ടിലെ രാമവർമ്മയാണ്. ആ രാമവർമ്മ 1729 നാട് നീങ്ങിയതോടുകൂടി രാജ്യം ആർക്ക് ലഭിക്കുകയാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുകയാണ്. വ്യക്തമായില്ലേ? ഇനി വായിച്ചു നോക്കിയേ ഒന്ന്. 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ടു. ഉത്തരം ശരിയാണ് അല്ലേ? ആറ്റിങ്ങൽ കലാപത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. ഒപ്പിട്ടവർ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം. അതും ശരിയാണ്. ഈ ഉടമ്പടി സമയത്തെ വേണാടിന്റെ ഭരണാധികാരി ആരാണ്? രാമവർമ്മയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഓർക്കുക, 1721 ആറ്റിങ്ങൽ കലാപത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം പറയുമ്പോൾ 1706 ജനിക്കുന്നു, 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പിടുന്നു, 1729 തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് വരികയാണ്. ഒടുവിൽ 1730 എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായതിൻ്റെ പിറ്റേ വർഷം അദ്ദേഹം ട്രാവൻകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു. ഓർത്തു വയ്ക്കുമോ? ഒന്നുകൂടെ വിട്ടുകളയല്ലേ. വേണാടിനോട് അല്ലെങ്കിൽ ആ ആധുനിക തിരുവിതാംകൂറിനോട് മാർത്താണ്ഡവർമ്മ കൂട്ടിച്ചേർത്ത ആദ്യത്തെ പ്രദേശം ഏതാണ്? ആറ്റിങ്ങൽ. ആ കൂട്ടിച്ചേർത്ത വർഷം 1730. ഏത് വർഷമാണ്? 1730. ശ്രദ്ധിക്കണേ. ആറ്റിങ്ങൽ റാണിയുമായി മാർത്താണ്ഡവർമ്മ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ആറ്റിങ്ങൽ
തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്ത വർഷമാണ് 1730. ഓർത്തു വയ്ക്കുമോ? അപ്പോൾ ഒന്നുകൂടെ, ആറ്റിങ്ങൽ റാണിയുമായിട്ട് മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഉടമ്പടിയിലൂടെ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ എന്നുള്ള പ്രദേശം ട്രാവൻകൂറിന്റെ ഭാഗമാക്കി മാറ്റുന്നു. അങ്ങനെ ഭാഗമാക്കി മാറ്റിയ വർഷമാണ് 1730. പഠിച്ചില്ലേ? തിരികെ വരാമല്ലോ, ശ്രദ്ധിക്കണേ. ഇനി 1734 ഒരു ചെറിയ തിരിച്ചടി നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായി. 1734 ഒരു ചെറിയ തിരിച്ചടി ആർക്ക് ലഭിച്ചു? മാർത്താണ്ഡവർമ്മയ്ക്ക്. നിങ്ങളത് പ്രസ്താവന പോലെ മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഒരു പക്ഷേ, ആ വാക്കെന്തുവാ? ഒരു പക്ഷേ വന്നാൽ നിങ്ങളുടെ മാർക്ക് നഷ്ടമാകാൻ പാടില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ഭാഗം ഞാനൊന്ന് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഫ്രാൻസുകാരുടെയും, ശരിയല്ലേ, ബ്രിട്ടീഷുകാരുടെയും ഫ്രാൻസുകാരുടെയും സഹായത്തോടെ അല്ലെങ്കിൽ ഒരു ധാരണയോടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവ് തലശ്ശേരി, മാഹി എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ തലശ്ശേരിയിലെയും മാഹിയിലെയും നാട്ടുരാജാക്കന്മാർ, ആ നാടുവാഴികൾ മാർത്താണ്ഡവർമ്മയെ നിഷ്പ്രയാസം തോൽപ്പിക്കുകയുണ്ടായി. വ്യക്തമാണോ? അപ്പോൾ ഒന്നുകൂടെ, 1734 ബ്രിട്ടീഷുകാരുടെയും ഫ്രാൻസുകാരുടെയും സഹായത്തോടെ നമ്മുടെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മാഹി, തലശ്ശേരി പ്രദേശങ്ങൾ ട്രാവൻകൂറിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എങ്കിലും ആ യുദ്ധത്തിൽ ദയനീയമായിട്ട് ആര് പരാജയപ്പെടുകയുണ്ടായി? മാർത്താണ്ഡവർമ്മ. പക്ഷേ അന്ന് മാർത്താണ്ഡവർമ്മ പരാജയപ്പെട്ടു എങ്കിലും അദ്ദേഹം വെറുതെ ഇരുന്നോ? ഇല്ല. തൻ്റെ സൈന്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സൈന്യത്തെ വീണ്ടും ശക്തമാക്കി മാറ്റി ആര്? നമ്മുടെ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രദ്ധിക്കണേ. അങ്ങനെ 1741 എന്ന വർഷമായപ്പോൾ മാർത്താണ്ഡവർമ്മ ട്രാവൻകൂറിനോട് കൊട്ടാരക്കര അല്ലെങ്കിൽ ഇളയിടത്ത് സ്വരൂപം പൂർണ്ണമായിട്ടും കൂട്ടിച്ചേർത്തു. മനസ്സിലാക്കണം, കൊട്ടാരക്കര പ്രദേശം അല്ലെങ്കിൽ ആ സ്വരൂപം പണ്ടറിയപ്പെട്ട പേരെന്താണ്? ഇളയിടത്ത് എന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? എക്സാമ്പിൾ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് വിളിക്കപ്പെട്ട പ്രദേശം തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ഇളയെടുത്ത് സ്വരൂപം എന്ന് വിളിക്കപ്പെട്ട പ്രദേശമാണ് ഇത്, കൊട്ടാരക്കര. വ്യക്തമാണോ? അപ്പൊ കൊട്ടാരക്കര പ്രദേശം പണ്ടറിയപ്പെട്ട പേരെന്തുവാ? ഇളയെടുത്ത്. ആ കൊട്ടാരക്കര പൂർണ്ണമായിട്ടും, ആ വാക്കിന് പ്രസക്തിയുണ്ട്, കൊട്ടാരക്കര പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി മാറ്റി ആര്? നമ്മുടെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഏത് വർഷം? 1741. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഈ കൊട്ടാരക്കര ട്രാവൻകൂറിന്റെ ഭാഗമാക്കി മാറ്റി മാർത്താണ്ഡവർമ്മ എങ്കിൽ അതിന് കാരണമായ ചില സംഭവങ്ങളുണ്ട്. ഒരു ചെറിയൊരു പശ്ചാത്തലമുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണേ. ഏകദേശം 1734 എന്ന വർഷമായപ്പോൾ, 1734 എന്ന വർഷമായപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് സ്വരൂപം ഭരിച്ചിരുന്ന വീര കേരളവർമ്മ, പേരെന്തുവാണ്? വീര കേരളവർമ്മയെ തോൽപ്പിച്ചു. പറഞ്ഞ കാര്യം എന്താണ്? ഏകദേശം 1734 എന്ന വർഷമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപത്തിലെ രാജാവായിരുന്ന വീര കേരളവർമ്മയെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയിട്ട് കൊട്ടാരക്കരയുടെ ചില പ്രദേശങ്ങൾ ട്രാവൻകൂറിന്റെ ഭാഗമാക്കി ചേർത്തു. പറഞ്ഞ വാക്കെന്താണ്? കൊട്ടാരക്കര പൂർണ്ണമായിട്ടില്ല, കൊട്ടാരക്കരയുടെ ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ചില പ്രദേശങ്ങൾ ട്രാവൻകൂറിന്റെ ഭാഗമാക്കി മാറ്റി ആര്? നമ്മുടെ രാജാവായ മാർത്താണ്ഡവർമ്മ. ഏകദേശം ഏത് വർഷം? 1734. അങ്ങനെ തോറ്റുപോയ രാജാവാണ് ആര്? വീര കേരളവർമ്മ. കിട്ടിയോ? തോറ്റുപോയെങ്കിലും ആ വ്യക്തി മരണപ്പെട്ടോ? ഇല്ല. അങ്ങനെ മാർത്താണ്ഡവർമ്മ വീര കേരളവർമ്മയെ തിരുവിതാംകൂർ ജയിലിൽ അടച്ചിട്ടു. ഒടുവിൽ അദ്ദേഹം ഏകദേശം 1736 കൂടി നമ്മുടെ വീര കേരളവർമ്മ മരണപ്പെടുകയുണ്ടായി. മനസ്സിലായോ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം നമ്മളുടെ പരീക്ഷകൾക്ക് വരും. ഇതാണ് ആ ചോദ്യം. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപത്തിലെ രാജാവ് ആരാണ്? വീര കേരളവർമ്മയാണ്. ആരാണ്? വീര കേരളവർമ്മയാണ്. മനസ്സിലായോ? അപ്പൊ കൊട്ടാരക്കര മൊത്തം കൂട്ടിച്ചേർത്തോ? ഇല്ല. മുഴുവനായിട്ട് കൂട്ടിച്ചേർത്തോ? ഇല്ല. ചില ഭാഗം മാത്രമേ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ.
ഒടുവിൽ ഈ രാജാവ് മരണപ്പെട്ടില്ലേ, മീനിങ് കൊട്ടാരക്കരയിലെ രാജാവായിരുന്ന വീര കേരള വർമ്മ മരണപ്പെടുകയുണ്ടായി. ഈ വീര കേരള വർമ്മയുടെ മരണത്തിന് ശേഷം യാഥാർത്ഥ്യം പറയുകയാണ് എങ്കിൽ ആ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായിട്ട് വരേണ്ടത് രാജ്ഞിയായ ഉമ എന്ന സ്ത്രീയാണ്. അവരുടെ പേരെന്തുവാണ്? ഉമ. കിട്ടിയോ? അപ്പൊ വീര കേരള വർമ്മയുടെ മരണശേഷം ആ നാടിന്റെ ഭരണാധികാരിയായിട്ട് ആര് വരണം? ഈ വീര കേരള വർമ്മയുടെ പത്നിയായിരുന്ന ഉമ എന്ന് പറയുന്ന രാജ്ഞി. എന്നാൽ ഈ ഉമ എന്ന രാജ്ഞി ഈ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയാകുവാൻ നമ്മളുടെ മാർത്താണ്ഡവർമ്മ സമ്മതിക്കുന്നില്ല. കാരണം ഇദ്ദേഹമാണ് രാജാവിനെ തോൽപ്പിച്ചിട്ട് രാജാവിനെ ജയിലിൽ അടച്ചിടുകയുണ്ടായി. ആ വ്യക്തി മരണപ്പെടുകയുണ്ടായി. എന്നാൽ ശേഷം ഈ വ്യക്തിയുടെ മരണശേഷം രാജ്ഞിയെ രാജ്യത്തിൻ്റെ അധികാരിയാക്കുവാൻ ആര് സമ്മതിക്കുന്നില്ല? മാർത്താണ്ഡവർമ്മ. ഈ സമയത്ത് രാജ്ഞി നേരെ ഒരു യൂറോപ്യൻ ശക്തികളെ പോയി കാണുകയും തൻ്റെ പ്രശ്നങ്ങൾ അവരോട് പറയുകയും ചെയ്തു. ആ യൂറോപ്യൻ ശക്തിയുടെ പേര് ഡച്ചുകാർ എന്നാണ്. അവരുടെ പേരെന്തുവാണ്? ആ യൂറോപ്യൻ ശക്തികളുടെ പേരെന്താണ്? ഡച്ചുകാർ എന്നാണ്. പറഞ്ഞ പേരെന്തുവാ? ഡച്ചുകാർ. അപ്പൊ ഡച്ചുകാരുടെ സഹായത്തോടെ രാജ്ഞി മാർത്താണ്ഡവർമ്മയെ ആക്രമിച്ചിട്ട് കൊട്ടാരക്കരയുടെ ബാക്കി ഭാഗവും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആര്? രാജ്ഞി. പേരെന്തുവാ? ഉമ. ആരുടെ സഹായത്തോടെ? ഡച്ചുകാരുടെ സഹായത്തോടെ. എന്നാൽ അതിശക്തമായ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെയും രാജ്ഞിയെയും തോൽപ്പിച്ചിട്ട് കൊട്ടാരക്കര പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി മാറ്റി. ആ ഭാഗമാക്കി മാറ്റിയ വർഷമാണ് 1741. കിട്ടിയോ? ഒന്നുകൂടെ പറയട്ടെ. അപ്പൊ കൊട്ടാരക്കര പൂർണ്ണമായിട്ടും ട്രാവൻകൂറിന്റെ ഭാഗമാക്കി മാറ്റി ആര്? മാർത്താണ്ഡവർമ്മ. ഏത് വർഷം? 1741. കിട്ടിയില്ലേ? തിരിച്ചു വരാം. അപ്പൊ 1734 മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കരയിലെ രാജാവായിരുന്ന വീര കേരളവർമ്മയെ തോൽപ്പിച്ചിട്ട് കൊട്ടാരക്കരയുടെ ചില ഭാഗങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തിട്ട് ഈ രാജാവിനെ ജയിലിൽ അടച്ചിട്ടു. 36 കൂടി ഈ രാജാവ് മരണപ്പെടുകയും രാജ്ഞിയായിരുന്ന ഉമ രാജ്യത്തിൻ്റെ കൊട്ടാരക്കരയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാജാവായ മാർത്താണ്ഡവർമ്മ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് രാജ്ഞിയായ ഉമ നേരെ ഡച്ചുകാരെ പോയി കാണുകയും ഡച്ചുകാരുടെ സൈന്യവുമായിട്ട് ഒരു സഖ്യത്തിലേർപ്പെട്ട് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ യുദ്ധത്തിൽ ഡച്ചുകാരെയും രാജ്ഞിയെയും ആര് തോൽപ്പിച്ചു? നമ്മുടെ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുകയും മാർത്താണ്ഡവർമ്മ പൂർണ്ണമായിട്ടും കൊട്ടാരക്കര 1741 ട്രാവൻകൂറിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കിട്ടിയില്ലേ? ഇനി വായിച്ചു നോക്കി. ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കൊട്ടാരക്കര പൂർണ്ണമായിട്ടും ട്രാവൻകൂറിന്റെ ഭാഗമാക്കി മാറ്റിയ വർഷം 1741. ഇനി അതിന് കാരണമായ പശ്ചാത്തലം പറയാൻ പോവുകയാണെ. കൊട്ടാരക്കരയിലെ രാജാവ് നാട് നീങ്ങിയപ്പോൾ, മീനിങ് മരിച്ചപ്പോൾ, പത്നിയെ കൊട്ടാരക്കരയുടെ ഉമയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയാക്കുവാൻ മാർത്താണ്ഡവർമ്മ വിസമ്മതിച്ചു. രാജ്ഞി ഈ സമയം ഡച്ചുകാരുടെ സഹായം സ്വീകരിച്ചുവെങ്കിലും മാർത്താണ്ഡവർമ്മ യുദ്ധത്തിൽ വിജയിച്ച് കൊട്ടാരക്കര ട്രാവൻകൂറിനോട് പൂർണ്ണമായിട്ടും കൂട്ടിച്ചേർത്തു. ശരിയല്ലേ? തിരിച്ചു വരാം. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവിൻ്റെ പേര് വീര കേരളവർമ്മ. ആ രാജാവിൻ്റെ പത്നി ഓർ രാജ്ഞിയുടെ പേരാണ് ഉമ എന്ന് പറയുന്ന രാജ്ഞി. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ? തിരികെ വരാമല്ലോ. നമുക്കിനി നേരെ മറ്റൊരു ഭാഗത്തോട്ട് വരാം. 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ ആ 10 സംഭവത്തിൽ ഒന്നാമത്തെ സംഭവമാണ് കുളച്ചൽ യുദ്ധം. കിട്ടിയോ? ഒന്നുകൂടെ. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1741 നമ്മുടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? ഡച്ചുകാരെയും കൊട്ടാരക്കരയുടെ രാജ്ഞിയായിരുന്ന ഉമയെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആകുമ്പോൾ ആ ഡച്ചുകാർ വെറുതെ അങ്ങ് പോകുമോ? ഇല്ല. ആ ഡച്ചുകാർ തോറ്റു എങ്കിൽ അപ്പൊ ശക്തമായ എതിർപ്പ് ഇപ്പോൾ ആരോട് കാണും? നമ്മുടെ മാർത്താണ്ഡവർമ്മയോട് കാണും. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്, ശ്രദ്ധിക്കണേ. കൊട്ടാരക്കര എന്ന പ്രദേശം മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തതോടുകൂടി ഡച്ചുകാരുടെ കുരുമുളക് വ്യാപാരം തകർക്കപ്പെട്ടു. മനസ്സിലായോ? നമുക്കറിയാം കേരളത്തിലേക്ക് വന്ന ഒരു യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ.
ലക്ഷ്യം പ്രധാനമായിട്ടും കച്ചവടം, മറ്റൊന്ന് ആധിപത്യം. അവർക്ക് എന്താ വേണ്ട? പ്രൊഡക്റ്റ്, ഉൽപ്പന്നം കുരുമുളകാണ് വേണ്ടത്. ഈ ഡച്ചുകാർക്ക് വേണ്ട കുരുമുളക് ഒരു ചെറിയ വിലയ്ക്ക് കൊട്ടാരക്കര രാജ്യം ആർക്ക് നൽകിയിരുന്നു? ഡച്ചുകാർക്ക് നൽകിയിരുന്നു. മനസ്സിലായോ? ഡച്ചുകാർക്ക് വേണ്ട കുരുമുളക് ഒരു ചെറിയ വിലയിൽ കൊട്ടാരക്കര രാജവംശം ആർക്ക് നൽകിയിരുന്നു? ഡച്ചുകാർക്ക് നൽകിയിരുന്നു. ഈ കൊട്ടാരക്കര പ്രദേശം ഇപ്പം ആര് പിടിച്ചെടുത്തു? മാർത്താണ്ഡവർ പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. അതോടുകൂടി ഡച്ചുകാരുടെ കുരുമുളക് വ്യാപാരം ശക്തമായിട്ട് തകർക്കപ്പെട്ടു. അപ്പം ശക്തമായ ഒരു ദേഷ്യം ഇപ്പം ഡച്ചുകാർക്ക് ആരുടെ ഉണ്ട്? ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മയോട് ഉണ്ട്. ഈ സമയം മാർത്താണ്ഡവർമ്മയുടെ അതിർത്തി പ്രദേശമായ കുളച്ചൽ എന്ന് പറഞ്ഞ പ്രദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഡച്ചുകാർ ശ്രമിക്കുന്നു. അങ്ങനെ ഡച്ചുകാരുമായിട്ട് മാർത്താണ്ഡവർമ്മ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധം അറിയപ്പെട്ട പേര് കുളച്ചൽ യുദ്ധം. നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. നമുക്കറിയാം, കൊട്ടാരക്കര മാർത്താണ്ഡവർമ്മ ട്രാവൻകൂറിനോട് കൂട്ടിച്ചേർത്തതിൻ്റെ ഫലമായിട്ട് ഡച്ചുകാരുടെ കുരുമുളക് വ്യാപാരം തകർക്കപ്പെടുകയും ആ ഡച്ചുകാർ ട്രാവൻകൂറിൻ്റെ ഭാഗമായിരുന്ന കുളച്ചൽ എന്ന പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഡച്ചുകാരുമായിട്ട് ട്രാവൻകൂർ നാട്ടുരാജ്യം യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യുദ്ധം ഉണ്ടായ വർഷം 1741 ഓഗസ്റ്റ് 10. യുദ്ധം ഉണ്ടായ സ്ഥലം കുളച്ചൽ. യുദ്ധം അറിയപ്പെടുന്ന പേര് കുളച്ചൽ യുദ്ധം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവിതാംകൂർ വേഴ്സസ് ഡച്ച്. ശരിയല്ലേ? ട്രാവൻകൂർ വേഴ്സസ് ഡച്ച്. ഈ സമയം തിരുവിതാംകൂറിന് വേണ്ടി ആ സൈന്യം ആര് നയിച്ചു? നമ്മുടെ സ്വന്തം ഭരണാധികാരിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഡച്ചുകാർക്ക് വേണ്ടി ആ സൈന്യം ആര് നയിച്ചു? ഡച്ച് തലവനായിരുന്ന, ഡച്ച് സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡില്ലനോയി. ഓർക്കുവോ? നല്ലൊരു ചോദ്യമാണ്. ഈ പേരെന്താണ്? ക്യാപ്റ്റൻ ഡില്ലനോയി. അപ്പോൾ ഒന്നുകൂടെ, മാർത്താണ്ഡവർമ്മയും ക്യാപ്റ്റൻ ഡില്ലനോയും തമ്മിലായിരുന്നു 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധം. ശ്രദ്ധിക്കണേ, ശക്തമായ എതിർപ്പ് അല്ലെങ്കിൽ ശക്തമായൊരു പോരാട്ടം തന്നെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ മേൽ വെച്ചു. അപ്പൊ ശക്തമായ, അതിശക്തമായ ഒരു എതിർപ്പും സൈന്യബലവും ഇപ്പൊ ആർക്കുണ്ട്? മാർത്താണ്ഡവർമ്മയ്ക്കുണ്ട്. ഡച്ചുകാരെ ഇത് കണ്ട് ഭയപ്പെട്ടു. ഡച്ചുകാർ നേരെ ശ്രീലങ്കയിൽ നിന്ന്, എവിടെ നിന്നാണ്? ശ്രീലങ്കയിൽ നിന്ന് സൈന്യത്തെ ഇറക്കുകയും ആ സൈന്യത്തെ കൊണ്ട് മാർത്താണ്ഡവർമ്മയെ ആക്രമിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ശ്രീലങ്കൻ സൈന്യത്തോടെ ഡച്ച് തിരുവിതാംകൂറിനെ ആക്രമിച്ചു എങ്കിലും നമ്മുടെ മാർത്താണ്ഡവർമ്മ ആ യുദ്ധത്തിൽ ശക്തമായിട്ട് വിജയിക്കപ്പെട്ടു. ശരിയല്ലേ? ഒന്നുകൂടെ പറയട്ടെ, ശക്തമായിട്ട് വിജയിക്കപ്പെട്ടു. മനസ്സിലായോ? ഒന്നുമില്ല. ഡച്ച് വേഴ്സസ് ട്രാവൻകൂർ യുദ്ധം. യുദ്ധം അറിയപ്പെട്ട പേര് കുളച്ചൽ യുദ്ധം. ഈ സമയം ഡച്ചുകാരെ ആര് സഹായിച്ചു? ശ്രീലങ്കൻ സൈന്യം. പക്ഷേ ഈ ശ്രീലങ്കൻ സൈന്യത്തിന്റെ സഹായം ഡച്ചുകാർക്ക് ലഭിച്ചു എങ്കിലും ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു? നമ്മുടെ രാജാവായ മാർത്താണ്ഡവർമ്മ. ആ യുദ്ധം അറിയപ്പെട്ട പേര് കുളച്ചൽ യുദ്ധം. നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ആ ഡച്ച് തലവന്റെ പേര് ക്യാപ്റ്റൻ ഡില്ലനോയി. നല്ല ഭാഷയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എങ്കിൽ കേരളത്തിൽ ഡച്ച് ആധിപത്യം അവസാനിക്കുവാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മറക്കുമോ? കേരളത്തിൽ ഡച്ച് ആധിപത്യം അവസാനിക്കുവാൻ കാരണമായ യുദ്ധത്തിന്റെ പേരെന്താണ്? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ വിജയിക്കുന്നു. ആ മാർത്താണ്ഡവർമ്മ ക്യാപ്റ്റൻ ഡില്ലനോയെ വധിക്കുന്നില്ല. ആ ക്യാപ്റ്റൻ ഡില്ലനോയെ തിരുവിതാംകൂർ ജയിലിൽ അടച്ചിടുകയുണ്ടായി. വ്യക്തമാണോ? ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ക്യാപ്റ്റൻ ഡില്ലനോയെ വധിക്കാതെ അദ്ദേഹത്തെ ട്രാവൻകൂർ ജയിലിൽ അടച്ചിട്ടു. ആര്? അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ ക്യാപ്റ്റൻ ഡില്ലനോയ്ക്ക് യൂറോപ്യൻ മാതൃകയിൽ യുദ്ധം അറിയാം. മനസ്സിലായോ? ഈ ക്യാപ്റ്റൻ ഡില്ലനോയ്ക്ക് യൂറോപ്യൻ മാതൃകയിൽ യുദ്ധം അറിയാമെന്ന് ആർക്കറിയാം? മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം. ഇത് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ജയിലിൽ നിന്ന് ക്യാപ്റ്റൻ ഡില്ലനോയെ പുറത്തിറക്കുകയും ഈ ക്യാപ്റ്റൻ ഡില്ലനോയെയും കൊണ്ട് തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ, തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ച ഡച്ച് തലവന്റെ പേരെന്താണ്? ക്യാപ്റ്റൻ ഡില്ലനോയി. പേരെന്തുവാണ്? ക്യാപ്റ്റൻ ഡില്ലനോയി. ആ വ്യക്തി പിന്നീട് നമ്മുടെ നാടിൻ്റെ, തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായിട്ട് ചുമതലയേൽക്കുകയും പിന്നീട് അദ്ദേഹം പ്രസിദ്ധനായ ഒരു പേരുണ്ട്, തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ.
പേരെന്തുവാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ഡില്ലനോയി. ആ വ്യക്തിയുടെ ശവകുടീരം എവിടെയാണ്? അത് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപത്തുള്ള ഉദയഗിരി കോട്ട. ഓർത്തോണേ. അപ്പോൾ ഒന്നുകൂടെ, ക്യാപ്റ്റൻ ഡില്ലനോയിയുടെ ശവകുടീരം എവിടെയാണ്? കന്യാകുമാരിയിലെ തക്കലയ്ക്ക് സമീപത്തുള്ള ഉദയഗിരി കോട്ട. പഠിച്ചോ? ഒന്ന് വായിച്ചു നോക്കി. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ച് സൈന്യാധിപൻ ആയിരുന്ന ക്യാപ്റ്റൻ ഡില്ലനോയിയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. ശ്രീലങ്കൻ സൈന്യത്തോടെ ഡച്ച് ട്രാവൻകൂറിനെ ആക്രമിച്ചു എങ്കിലും ഡച്ചുകാർ പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയുണ്ടായി. ഇനി ആ യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൊട്ടാരക്കര മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തതോടുകൂടി ഡച്ചുകാരുടെ കുരുമുളകിന്റെ കച്ചവടം പൂർണ്ണമായിട്ടും തകർക്കപ്പെടുകയുണ്ടായി. ഈ സമയം തടവിലാക്കപ്പെട്ട ഡച്ച് തലവന്റെ പേര് ക്യാപ്റ്റൻ ഡില്ലനോയി. ട്രാവൻകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ക്യാപ്റ്റൻ ഡില്ലനോയി. ട്രാവൻകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ ഡില്ലനോയി. ആ ക്യാപ്റ്റൻ ഡില്ലനോയിയുടെ സ്മാരകം എവിടെയാണ്? അത് ഉദയഗിരി കോട്ട, തക്കലയ്ക്ക് സമീപത്താണ്, കന്യാകുമാരിയിൽ. മനസ്സിലായോ? ഇനി ഒന്ന് മനസ്സിലാക്കണേ, അതിപ്പോഴേ പഠിച്ചങ്ങ് പോണേ. നമ്മുടെ ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം 1758 മുതൽ രാജ്യം ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകനായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കിട്ടിയോ? ഒന്നൂടെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെ. ഇനി ഈ 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയെങ്കിൽ 1758 മുതൽ രാജ്യമാര് ഭരിച്ചു? മാർത്താണ്ഡവർമ്മയുടെ മരുമകൻ. മീനിങ് ട്രാവൻകൂറിൽ പണ്ട് പ്രധാനമായിട്ടും മക്കത്തായ സമ്പ്രദായം അല്ല, മരുമക്കത്തായ സമ്പ്രദായമാണ് ഫോളോ ചെയ്തിരുന്നത്. ഒരു രാജ്യം ഭരിച്ചിരുന്നുവെങ്കിൽ ആ രാജാവിൻ്റെ മരണശേഷം ആ രാജ്യം ആര് ഭരിക്കും? ആ രാജാവിൻ്റെ അനന്തിരവൻ അല്ലെങ്കിൽ മരുമകൻ ഭരിക്കും. മറിച്ച് ആര് ഭരിക്കത്തില്ല? മകൻ ഭരിക്കത്തില്ല. ഈ സിസ്റ്റം അറിയപ്പെട്ട പേര് മരുമക്കത്തായ സമ്പ്രദായം. ഇപ്പോൾ കേരളത്തിൽ ഉള്ള സിസ്റ്റമാണ് മക്കത്തായ സമ്പ്രദായം. തിരിച്ചു വരട്ടെ. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം രാജ്യം ആര് ഭരിക്കും? മരുമകൻ. ആ മരുമകന്റെ പേരെന്തുവാ? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഈ കാർത്തിക തിരുനാൾ രാമവർമ്മ മറ്റ് വിദേശികളുടെ അല്ലെങ്കിൽ മറ്റു ശത്രുക്കളുടെ ആക്രമണം തടയുവാൻ വേണ്ടി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തിയിലായിട്ട് ഒരു വലിയ കോട്ട പണിതിരുന്നു. ആ കോട്ടയുടെ പേരാണ് നെടുംകോട്ട. വ്യക്തമാണോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ശത്രുക്കൾ ട്രാവൻകൂറിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തിയിലായിട്ട് ഒരു വലിയ മതിൽ, ഒരു വലിയ കോട്ടയാര് പണിതു? കാർത്തിക തിരുനാൾ രാമവർമ്മ. ആ കോട്ടയുടെ പേരെന്തുവാണ്? നെടുംകോട്ട. നമ്മൾ ഇവിടെ നെടുംകോട്ടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഈ നെടുംകോട്ട നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ പണിയുവാൻ കാർത്തിക തിരുനാൾ രാമവർമ്മയെ സഹായിച്ച ട്രാവൻകൂറിന്റെ സൈന്യാധിപനാണ് ആര്? ക്യാപ്റ്റൻ ഡില്ലനോയി. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ട കാര്യം? മാർത്താണ്ഡവർമ്മയുടെ മാത്രമല്ല, മരുമകനായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെയും സൈന്യാധിപനായിട്ട് പ്രവർത്തിച്ച ഡച്ച് തലവനാണ് ആര്? ക്യാപ്റ്റൻ ഡില്ലനോയി. കിട്ടിയില്ലേ? തിരിച്ചു വരാമല്ലോ. ഈ പോയിന്റ് വായിച്ചു നോക്കിയേ. നെടുംകോട്ട നിർമ്മിക്കുവാൻ കാർത്തിക തിരുനാൾ രാമവർമ്മയെ സഹായിച്ച ആരാണ്? സൈന്യാധിപൻ. ആരാ ഉത്തരം? ക്യാപ്റ്റൻ ഡില്ലനോയി. കിട്ടിയോ? ആ വ്യക്തിയുടെ ശവകുടീരം എവിടെയാണ്? അത് കന്യാകുമാരിയിലെ തക്കലയ്ക്ക് സമീപത്തുള്ള ഉദയഗിരി കോട്ട. അപ്പോൾ ഒരു പോയിന്റ് ഇപ്പം തന്നെ മനസ്സിലാക്കി അങ്ങ് പഠിച്ചു പോകണം. എന്താണ് ആ കാര്യം? കേരളത്തിൽ ഡച്ച് ആധിപത്യം അവസാനിക്കുവാൻ കാരണമായ യുദ്ധം 1741 കുളച്ചൽ യുദ്ധമാണെങ്കിൽ, കേരളത്തിൽ ഡച്ച് ആധിപത്യം അവസാനിക്കുവാൻ കാരണമായ ഉടമ്പടിയുടെ പേരെന്താണ്? 1753 മാവേലിക്കര ഉടമ്പടി. വ്യക്തമാണോ? ഒന്നുകൂടെ തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക. കേരളത്തിൽ
ഡച്ച് ആധിപത്യം അവസാനിക്കുവാൻ കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധവും അവസാനിക്കുവാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയുമാണ്. 1741 കുളച്ചൽ യുദ്ധവും 1753 മാവേലിക്കര ഉടമ്പടിയും ആണ്. പഠിച്ചോ? തിരികെ വരാം. അപ്പോൾ ഈ 1753 മാവേലിക്കര ഉടമ്പടിയിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് ഡച്ചുകാർ സമ്മതിച്ചിരിക്കുന്നത്? ഡച്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടിയെങ്കിൽ മാർത്താണ്ഡവർമ്മ മുൻപോട്ട് വെക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഡച്ചുകാർ അനുകൂലിച്ചല്ലേ പറ്റൂ. കാരണം ആര് തോറ്റു നിൽക്കുക ഇവിടെ? ഡച്ചുകാർ. അങ്ങനെ മാർത്താണ്ഡവർമ്മ മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകളും ഡച്ചുകാർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ആ വ്യവസ്ഥകൾ ഏതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ 1753 മാവേലിക്കര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ എന്തെല്ലാം ശ്രദ്ധിക്കണേ. ഡച്ചുകാർ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാൻ പാടില്ല. കിട്ടിയോ? ഡച്ചുകാര് ട്രാവൻകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാൻ പാടില്ല. 2, കുരുമുളകിന് പകരമായിട്ട് ഡച്ചുകാർ തിരുവിതാംകൂറിന് യുദ്ധ സാമഗ്രികൾ നൽകണം. എന്ന് പറഞ്ഞാൽ ഡച്ചുകാര് ട്രാവൻകൂറിന് ആയുധങ്ങൾ നൽകണം. ട്രാവൻകൂറുകാര് ഡച്ചുകാർക്ക് കുരുമുളക് നൽകാം. കാരണം ഇനി ഇവിടെ ആധിപത്യമോ അവകാശമോ ആർക്കില്ല? ഡച്ചുകാർക്കില്ല. പക്ഷേ നിങ്ങൾക്കിവിടെ കച്ചവടം ചെയ്യാം. കിട്ടിയോ? ആധിപത്യമില്ല, ഭരണമില്ല, അവകാശമില്ല, പക്ഷേ നിങ്ങൾക്കിവിടെ കച്ചവടം ചെയ്യാം. നിങ്ങൾക്ക് എന്തു വേണം? കുരുമുളക് വേണം. ഞാൻ നിങ്ങൾക്ക് തരാം കുരുമുളക്. ആര് പറഞ്ഞു? മാർത്താണ്ഡവർമ്മ. തിരിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണം? പണം തരാതെ, നാണയങ്ങൾ തരാതെ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ഇതായിരുന്നു വ്യവസ്ഥ. രണ്ടാമത്തെ ആരുടെ? മാർത്താണ്ഡവർമ്മയുടെ. ആ വ്യവസ്ഥയിലും ഡച്ചുകാർ ഒപ്പിടുകയുണ്ടായി. മൂന്നാമത്തെ വ്യവസ്ഥയാണ് ട്രാവൻകൂറിൻ്റെ ശത്രുരാജ്യങ്ങളുമായിട്ട് സഖ്യകക്ഷിയിൽ ഏർപ്പെടുവാൻ പാടില്ല. ഇങ്ങനെ വളർന്ന് വരുന്ന രാജാവല്ലേ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മയ്ക്ക് അതിശക്തമായിട്ട് എതിരാളികൾ കാണും. ഈ എതിരാളികളുമായിട്ട് സഖ്യത്തിൽ ചേരുവാൻ പാടില്ല. ആര്? ഡച്ചുകാർ. മനസ്സിലായോ? മാർത്താണ്ഡവർമ്മയുടെ എതിർ രാജ്യങ്ങളുമായിട്ട്, എതിർ സ്വരൂപങ്ങളുമായിട്ട്, ശത്രുക്കളുമായിട്ട് ഒരു സൗഹൃദമായിട്ടോ സഖ്യമായിട്ടോ ചേരുവാൻ പാടില്ല. ആര്? ഡച്ചുകാർ. ഈ 3 വ്യവസ്ഥകളാണ് പ്രധാനമായിട്ട് 1753 മാവേലിക്കര ഉടമ്പടിയിൽ പറയുന്നത്. കിട്ടിയില്ലേ? തിരിച്ചു വരാം. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് ആധിപത്യം അവസാനിക്കാൻ കാരണമായ യുദ്ധം 1741 ഓഗസ്റ്റ് 10 സംഭവിച്ച കുളച്ചൽ യുദ്ധം. നമുക്ക് നേരെ ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം.